തൃശ്ശൂരിൽ നിന്നും കൂർഗിലേക്കുള്ള യാത്ര തുടങ്ങിയത് പൂങ്കുന്നത്തെ അക്ഷയ ഹോട്ടലിൽ നിന്നും ചൂട് മസാല ദോശയും അവിടെ തന്നെ ഉണ്ടാക്കുന്ന നൂലപ്പവും മുട്ടക്കറിയും പുട്ടും കടലയും കഴിച്ച് വയർ ഫുള്ളാക്കിയാണ്. യാത്രയുടെ തുടക്കത്തിൽ തന്നെ കുശാലായി ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ ഒരു രീതിയാണ്. കോഴിക്കോട് താമരശ്ശേരി ചുരം വഴി വയനാട് തിരുനെല്ലിയിലെ KTTCയിൽ താമസിക്കാനാണ് പ്ലാൻ. തിരുനെല്ലിയിൽ നിന്നും 3 മണിക്കൂർ മാത്രമേ കൂർഗിലേക്കുള്ളൂ. രാത്രിയിൽ യാത്ര ചെയ്യില്ല എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഉച്ചഭക്ഷണം കഴിക്കാനായി വയനാട്ടിലെ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുത്തെ ബീഫ് ബിരിയാണിയും മീൽസും എല്ലാം അടിപൊളി തന്നെ. തിരുനെല്ലിയിൽ നിന്നും അതിരാവിലെ തന്നെ യാത്ര ആരംഭിച്ചു. കുട്ടേട്ടൻ്റെ കടയിൽ നിന്നും ഇഡ്ഡലി കഴിച്ച് ഉണ്ണിയപ്പവും വാങ്ങി കടയുടെ മുൻപിലൂടെയുള്ള തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൻ്റെ വഴിയിലൂടെയാണ് കൂർഗിലേക്ക് പോകേണ്ടത്. കാട്ടിലൂടെയുള്ള യാത്രയും കിലോമീറ്ററുകളോളം കാണുന്ന റോഡുകളും കുളിർ കാറ്റും യാത്ര അവിസ്മരണീയമാക്കുന്നു. കർണാടക ബോർഡറിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടുത്തെ ഭൂപ്രകൃതിയും വസ്ത്രധാരണവും വ്യത്യസ്തമാകുന്നു. കാപ്പി പൂത്തു നിൽക്കുന്നതും കാപ്പി എസ്റ്റേറ്റിൽ കാപ്പിക്കുരു ഉണക്കാനിട്ടിരിക്കുന്നതും കുരുമുളക് ചെടികൾ പടർത്താൻ സിമന്റ് കാലുകൾ കുഴിച്ചിട്ടിരിക്കുന്നതും രസകരമായ കാഴ്ചകളായിരുന്നു. പോകും വഴി തന്നെയാണ് ഇരിപ്പു ഫോൾസ്. കൂർഗിൽ നിന്നും 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടത്തിലേക്ക്. ഞങ്ങളായിരുന്നു ആദ്യത്തെ വിസിറ്റർ. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുണ്ടോ എന്ന മോർണിംഗ് ചെക്കിങ്ങിന് പോയിരിക്കുകയായിരുന്നു അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ ചെക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമേ എൻട്രി ടിക്കറ്റ് കൗണ്ടർ തുറക്കുകയുള്ളൂ. എൻട്രി ഫീ 50 രൂപയാണ്. അവിടുത്തെ വെയിറ്റിംഗ് സമയത്ത് അടുത്തു തന്നെയുള്ള ഇരിപ്പു ടെമ്പിളും കണ്ടു. ഇരിപ്പു ഫോൾസിലേക്ക് അടുക്കുംതോറും കാടിൻ്റെതായ ഫീൽ നമുക്ക് കിട്ടിത്തുടങ്ങും. അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടരികിൽ നിന്നും കിട്ടുന്ന അനുഭൂതി തികച്ചും അവിസ്മരണീയം തന്നെ. ഇത്തരം സ്ഥലങ്ങളിൽ ആദ്യത്തെ വിസിറ്ററായി പോകാൻ കഴിയുന്നതാണ് അഭികാമ്യം. ഇരിപ്പു ഫോൾസിൽ നിന്നും തുടർന്ന യാത്രാമധ്യേ കുറെ ഓടിട്ട വീടുകൾ കണ്ടു. ഇന്നത്തെ സ്ഥിതിയിൽ അതൊരു വിരളമായ കാഴ്ചയാണ്. നേരം ഉച്ചയായി, നല്ല വിശപ്പ്. മമ്മിക്ക് കേരള റൈസ് കിട്ടിയാലേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. വിരാജ്പേട്ട് എത്തിയപ്പോൾ നിറയെ കേരള രജിസ്ട്രേഷൻ വണ്ടികൾ വുമൻസ് ഹോട്ടലിൻ്റെ മുമ്പിൽ കിടക്കുന്നത് കണ്ട് വണ്ടി നിർത്തി. അപ്പനും മക്കളും കൂടി നടത്തുന്നൊരു ഹോട്ടലാണ്. മലയാളവും കന്നഡയും എല്ലാം കൂടി മിക്സായിട്ട് വല്ലാത്തൊരു ഭാഷയായിരുന്നു അവരുടെ. ഊണ് നല്ല പുയ്യാപ്പിള മീനും കൂട്ടി കഴിച്ചു. 3 മണിയോടെ കുശാൽ നഗറിലെത്തി. റിംപോച്ചെ ചാരിറ്റി ഫൗണ്ടേഷൻസിൻ്റെ മൊനാസ്ട്രി ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം. ബുദ്ധിസ്റ്റ് മോങ്കുകളുടെ ജീവിതവും ഗോൾഡൻ ടെമ്പിൾ മൊനാസ്ട്രിയും വിശദമായി മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം മൊനാസ്ട്രിയുടെ കീഴിലുള്ള മലയ റെസ്റ്റോറൻറ്റിൽ നിന്നും മസാലദോശയും പൂരിയും ചൂട് ചായയും കുടിച്ചു. അതിരാവിലെ ആയതുകൊണ്ട് മൊനാസ്ട്രിയുടെ കീഴിലുള്ള സ്റ്റാളുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അവിടെ നിന്നും ഏറ്റവും അടുത്ത സ്പോട്ടായ നിസർഗധാമയിലേക്ക് വെച്ചുപിടിച്ചു. 60 രൂപയാണ് എൻട്രൻസ് ഫീ. പാർക്കിങ്ങിന് 30 രൂപയും. രാവിലെ ആയതുകൊണ്ട് അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. കയറുമ്പോൾ തന്നെ തൂക്കുപാലമാണ്. താഴെ കാവേരി നദിയിൽ നിറയെ മീനുകൾ കാണാം. ബോട്ടിംഗ് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വളരെ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് പ്രിമിസസ് ആണ്. പലതരം വെറൈറ്റി പെയിൻറ്റിങ്സ് മരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കൗതുകകരമായിരുന്നു. എല്ലായിടത്തും വേസ്റ്റ് ബിന്നുകളും ഇരിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. കുടകിൻ്റെ തനതായ സംസ്കാരവും പ്രാചീനകാലത്തെ ജീവിത രീതികളും അവരുടെ ട്രഡീഷണൽ ഡാൻസുകളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ സ്കൾപ്ചറിനും ഫേഷ്യൽ എക്സ്പ്രഷൻ യുണീക്കായി കാണപ്പെട്ടു. ദൂരെ നിന്നും നല്ലൊരു ട്രീ ഹട്ട് വ്യൂ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കാൻ ചെന്നേട്ടൻ പോയി. ഞാൻ പകുതി കയറി പേടിയായപ്പോൾ താഴെ ഇറങ്ങി. കയറി എത്തുന്നിടത്ത് നല്ല വ്യൂവും ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ വിജയക്കൊടി പാറിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 3 വയസ്സുള്ള കുട്ടി അനായാസകരമായി ഓടിച്ചാടി കയറി വരുന്നത് ക്യാമറയിൽ പെട്ടു. താഴെ നിന്ന് ഞാൻ ചൂളിപ്പോയി. അവിടെ ബേർഡ്സ് പാർക്കും റോപ്പ് ആക്ടിവിറ്റിയും ഡീർ പാർക്കും മിയാവാക്കി വനവും കാണാം. കാവേരി നദിയിലേക്ക് അവിടെ നിന്നും ഒരു എൻട്രൻസ് ഉണ്ട്. അത് വളരെ എക്സൈറ്റിംഗ് ആണ്.
മറ്റ് വിസിറ്റേഴ്സ് ഒന്നും എത്തിച്ചേരാത്തത് കൊണ്ട് ഫ്രീ ആയി ഇരിക്കാനും സമയം ചെലവഴിക്കാനും കഴിഞ്ഞു. തിരിച്ചു പോകുന്ന വഴിക്ക് സ്കൂളിൽ നിന്നും ട്രിപ്പ് വന്ന കുട്ടികളുമായി ഫോട്ടോ എടുത്തു. ഏതോ ചെറിയ സ്കൂളിൽ നിന്നുമാണ്. വളരെ ജോവിയലായി അവരുടെ കൂടെ കുറച്ച് സമയം ചിലവാക്കി. അവിടെ തന്നെ ഒരുപാട് കോട്ടേജസ് അവൈലബിൾ ആണ്. കാവേരി നദിയുടെ തീരത്താണ് ഈ കോട്ടേജസ്. തിരിച്ച് തൂക്കുപാലത്തിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്നും വന്ന വളരെ എക്സൈറ്റഡും എക്സ്പ്ലോർ ചെയ്യാനുമുള്ള മനസ്സുമായി നിൽക്കുന്ന കുട്ടികളെ കണ്ടു. നിസർഗധാമയിൽ തന്നെ ഷോപ്പിങ്ങിനുള്ള സൗകര്യമുണ്ട്. സ്ലിപ്പർ, ബാഗ്, പാൻസ്, ഷർട്ട്സ്, ബോയ്സ് ടീഷർട്ട്സ് എല്ലാം 100 രൂപ മുതൽ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. നിറയെ കൂർഗികളും ഇവിടെ നിന്നും വാങ്ങുന്നതായി കണ്ടു. സ്പൈസസും ഇവിടെ ലഭ്യമാണ്. അധികം വില പേശാതെ തന്നെ വാങ്ങിക്കാം. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ദുബാരയിലേക്ക് പോയി. പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇവിടെ കാവേരി നദിയിലൂടെയുള്ള റാഫ്റ്റിംഗ് വളരെ ഫേമസ് ആണ്. മഴക്കാലമാകുമ്പോൾ ധാരാളം ഫോറിനേഴ്സ് റാഫ്റ്റിങ്ങിനായി ഇവിടെ വരാറുണ്ട്. ഈ നദി കടന്ന് അക്കരെ എത്തിയാലാണ് ആനകളുടെ കേന്ദ്രം. അവിടെ ആനയെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനുമുള്ള സൗകര്യമുണ്ട്. ആന സവാരി താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. രാവിലെ 9 to 11 ഈവനിങ് 4:30 to 5:30 അങ്ങോട്ടേക്ക് പോകാനുള്ള ടൈമിംഗ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അങ്ങോട്ടേക്ക് ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടു. ഗൈഡ് ചെയ്യാൻ അവിടെ ഒരു ഗാർഡുണ്ട്. വെള്ളം കൂടുതലുള്ളപ്പോൾ ബോട്ട് സൗകര്യമുണ്ട്. എൻട്രി ഫീ 20 രൂപയാണ് ഒരാൾക്ക് വാങ്ങിക്കുന്നത്. ബോട്ടിലാണ് പോകുന്നതെങ്കിൽ 30 രൂപ ചാർജ് ചെയ്യും. എലിഫന്റ് ബാത്തിങ്ങിനാണെങ്കിൽ 100 രൂപയും എലിഫന്റ് ഫീഡിങ്ങിന് 20 രൂപയും അവർ ചാർജ് ചെയ്യുന്നുണ്ട്. 45 മിനിറ്റോളം നമുക്ക് അവിടെ ചെലവഴിക്കാം. പാർക്കിംഗ് 40 രൂപ വാങ്ങി. അവിടെ നിന്നും ചിക്ലിഹോളി ഡാമിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ വെള്ളം കുറവായിരുന്നു. വെള്ളം കൂടുതലുള്ളപ്പോൾ സ്പൈറൽ പോലെ ഇതിനകത്തേക്ക് വെള്ളം വരും. അത് കാണാൻ നല്ല ഭംഗിയാണ്. മഴയുള്ള സമയത്താണ് ഇത് കാണാൻ ഏറ്റവും ഭംഗി. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ ക്ഷീണമായി തിരിച്ച് റൂമിൽ വന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. മടിക്കേരി വഴിയാണ് പോയത്. പോകും വഴി ആബി ഫോൾസ് കാണാനായി ഇറങ്ങി. 1 ടൈം മസ്റ്റ് വാച്ച് വാട്ടർഫോൾസ് ആണിത്. കൂർഗിലെ മൊണാസ്ട്രിയിലെ മോങ്സിന്റെ ജീവിത രീതികൾ വരും എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.